എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ആവേശം തോന്നി. ഒരു പത്രപ്രവർത്തകൻ ആദ്യമായിട്ടാണ് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് റിവോൾട്ട് ചെയ്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലം അല്ലായിരുന്നുവെങ്കിൽ ആ പത്രപ്രവർത്തകൻ ഇതിനുള്ളിൽ തന്നെ എണ്ണിക്കഴിഞ്ഞേനെ. ആ പത്രപ്രവർത്തനെതിരെ കലാപം സൃഷ്ടിക്കുന്നു പറഞ്ഞ് കേസുണ്ടാക്കി കേരളത്തിലെ സൈബർ പോലീസ് അവനെ പിടിച്ചകത്താക്കുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടും പോലീസ് ഇപ്പോൾ പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ടും അവന് സ്വസ്ഥമായി വീട്ടിൽ പോയി കഞ്ഞി കുടിച്ച് കിടക്കാം. അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ പത്രലേഖം പറയുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ശരിയല്ലല്ലോ എന്ന് പറയുന്നു. ഉടനെ തന്നെ അപ്പോൾ അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി തിരിഞ്ഞ് നടക്കുകയാണ്. ആ തിരിഞ്ഞ് നടക്കുന്ന മുഖ്യമന്ത്രി ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ മറുപടി പറയാതിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. അല്ല, അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ടാണ് അവിടെ നിന്നിരുന്നിട്ട് ചോദ്യം മനസ്സിൽ വെച്ചാൽ പോരാ, ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദ്യം ചോദിക്കണം, അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷുഭിതനായി സംസാരിച്ചിട്ട് അദ്ദേഹം വീണ്ടും ഓടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളം 10 വർഷം ഭരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് എന്ന് നമ്മൾ ഓർക്കണം. തെരഞ്ഞെടുപ്പ് കാലം എന്നുള്ള നിലയിലാണല്ലോ കുറച്ച് മയപ്പെട്ട് അദ്ദേഹം വന്നത്. പക്ഷേ എന്താണ് അവിടെ അദ്ദേഹം ചെയ്തത് നമുക്ക് മനസ്സിലായി. എന്താ ചെയ്തതെന്നറിയാമോ? അദ്ദേഹം പത്രസമ്മേളനത്തിന് അവിടെ വന്നു. മുൻനിരയിൽ തന്നെ ദേശാഭിമാനിയിലെയും കൈരളിയിലെയും 7 പത്രലേഖകർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മുൻനിരയിൽ തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ 4-5 ചോദ്യങ്ങൾ വികസനത്തെക്കുറിച്ചും ഭരണ നേട്ടത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മുഖ്യമന്ത്രി മറുപടി പറയുന്നു. അപ്പോൾ പുറകിൽ നിന്ന് മറ്റ് പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ മറ്റ് പല ചോദ്യങ്ങളും ചോദിക്കുന്നു. SDP ആയിട്ടുള്ള ബന്ധം, അങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. ആ ചോദ്യങ്ങളൊക്കെ അവർ പുറകിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി ചോദിക്കുന്നു. പക്ഷേ കേരള മുഖ്യമന്ത്രി അതിനൊന്നും മുഖം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചാനലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പത്രവും അവിടുത്തെ പ്രതിനിധികൾ മാത്രം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു 4-5 ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അതിനുശേഷം സ്വിച്ച് ഞെക്കി പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു, എഴുന്നേറ്റ് പോകും. എന്തൊരു അഹങ്കാരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. എന്തൊരു താൻ പ്രമാണിത്വം, എന്തൊരു താൻ പോരിമാണ് എന്നാലോചിച്ച് നോക്കണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ വോട്ട് നേടി അധികാരത്തിൽ കയറിയ ആളാണ് ഈ മാന്യൻ, ഈ മുഖ്യമന്ത്രി. അയാൾ വന്നിട്ട് അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന അയാളുടെ പാർട്ടി പത്രത്തിൻ്റെയും അയാളുടെ പാർട്ടിയുടെ ചാനലിൻ്റെയും ചോദ്യങ്ങൾ മാത്രം മറുപടി പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റങ്ങ് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് എത്ര ഭീകരമാണ് ഈ സ്ഥിതി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്.